വാര്യരെ, എല്ലാരോടും പൊയ്ക്കോളാൻ പറയൂ. എന്നിട്ട് വിവരമറിയാൻ കാത്തു നിൽക്കുന്നവരോട് ചെന്ന് പറഞ്ഞേക്ക്, പാതി ചത്തൂന്ന്, ഇടം കൈയും ഇടത്തെ കാലും. അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം. സഹതപിക്കാനാണെങ്കിൽ ഒരു നായിന്റെ മോനും ഇങ്ങോട്ട് വരണ്ട. എല്ലാരും എന്നോട് കാരുണ്യം കാട്ടുകയായിരുന്നല്ലോടോ. പിതൃത്വം മറച്ചു വെച്ചുകൊണ്ട് അമ്മ കഴുത്തറക്കാതെ പാതിയിൽ നിർത്തി ശേഖരൻ കാരുണ്യം കൊണ്ടെന്റെ കരള് കൊത്തിപ്പറിക്കുക. ഇതിനും മാത്രം ഞാൻ എന്ത് തെറ്റാണോ ചെയ്തത്? അതോ ഇതിൽ കൂടുതലാണോ ഞാൻ അർഹിക്കുന്നത്? ഇതെന്റെ മരണമാണ്, മംഗലശ്ശേരി നീലകണ്ഠന്റെ മരണം. സൂര്യകിരീടം. ദേവാസുരം എന്ന ഈ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം രാവണപ്രഭു എന്ന പേരിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത് വെള്ളിത്തിരയിലെത്തി. രാവണപ്രഭുവിലെ മംഗലശ്ശേരി നീലകണ്ഠനും മകൻ കാർത്തികേയനും ഇനി വേദിയിലെത്തുകയാണ്. എന്നാ കൗണ്ടറെ ചുമ്മാ നാട് റോഡില്ലാട്ടി വാങ്ങത്? എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്നവന്റെ വണ്ടി തടഞ്ഞു നിർത്തി കൈമടക്കി 6 മാരി കെട്ടിടിക്കുന്ന പോക്കിരുത്തരത്തിന്റെ പുതിയ പേര്. എനിക്ക് മനസ്സിലാകണല്ല. സവാരിഗിരിഗിരി ചെന്നൈ നായകവും മുട്ടയുടെ വെള്ളിയും ചില്ലറ കിടിപിടി നാട്ടുമരുന്ന് ചതവിന് ബെസ്റ്റ്. അല്ലെങ്കിൽ നീ ഒരു ബ്ലാക്ക് കളർ ആടിന് വാങ്ങി 14 ദിവസം സൂപ്പ് വെച്ചുകൂടി അടി നല്ല കട്ടക്ക് നിന്നാലേ നിനക്ക് വാർണോ ഷാസിനൊക്കെ ഫീഡിൽ പിടിച്ചിരിക്കാനാ. അപ്പൊ എല്ലാരും ഇവിടൊക്കെ തന്നെ കാണൂല്ലേ? ശേഖര, പ്രാണന്റെ പാതിയായവളെ കൈവിട്ടിട്ടും തുടരുന്ന യാത്രയിൽ വേദന തോന്നാൻ അതിലും വലുതല്ല ശേഖര. കല്ലിലും മണ്ണിലും മരത്തിലും പണിത വീട്. അനായാസേന മരണം, വിനാദയന്നേന ജീവിതം. ദേഹിമ കൃപയാ ശംഭോ ഭക്തി മഞ്ജല. അനായാസമായ മരണം, ദൈനമില്ലാത്ത ജീവിതം. നിന്നിൽ അചഞ്ചല ഭക്തനായ എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപദേ എന്ന് പ്രാർത്ഥിച്ചുകൂടേണ്ട സമയമായി ശേഖര. എന്താടോ താൻ നന്നാവാത്ത? വഴി മാറടാ മുണ്ടക്കൽ ശേഖര. ആകാശദീപങ്ങൾ. മോഹൻലാലിന്റെ കഥാപാത്രങ്ങൾ സ്ക്രീനിലെത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൈയടിച്ചിട്ടുള്ളത് അദ്ദേഹം മീശ പിരിച്ച് അഭിനയിക്കുമ്പോഴാണ്. അത്തരത്തിൽ സൂപ്പർ ഹിറ്റായ ഒരു ചലച്ചിത്രമായിരുന്നു ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ആറാം തമ്പുരാൻ. ആ ചിത്രത്തിലെ കഥാപാത്രത്തിന് നൽകിയ ശബ്ദത്തിനും ഒരൽപ്പം വ്യത്യാസമുണ്ട്. തമ്പ്രാൻ എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് തന്നെ ചെറ്റ എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപവും. എടോ, അപ്പൻ എന്ന് പേരുള്ള തേർറേസ് ചെറ്റ് താൻ ആരാടോ? നാട്ടുരാജാവോ? തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികിട നമ്പരും എല്ലാം ചെലവാകും ഇവിടുത്തെ പാവം ജനങ്ങളെടുത്ത്. ഇതാള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാണ് ഞാൻ. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. തന്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിലോ വെച്ചിരിക്കുന്ന തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി താൻ കൊണ്ടുവന്നു തരും. പുഴക്കരയിലെ വട്ടത്തറയിൽ ഞാൻ തന്നെ വരുത്തും. ഇതിനിടയിൽ അറിയാവുന്ന നാറിയ കളികളൊക്കെ താൻ കളിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്നോർത്തോ, ഒന്നും നടന്നില്ലേ തന്നെ പച്ചയ്ക്ക് കൊടുത്തേട്ടെ ജഗന്നാഥൻ ഈ മണ്ണ് വിട്ടു പോകൂ. ഏത് മണ്ണും മിണ്ണും ജഗന്നാഥന് സമമാണ്. ശംഭോ മഹാദേവ. പ്രണയത്തെക്കുറിച്ച് മോഹൻലാൽ സംസാരിക്കുമ്പോൾ നാം അറിയാതെ തന്നെ പ്രണയിച്ചു പോകും. വടക്കുംനാഥൻ എന്ന ചിത്രത്തിന്റെ ഓഡിയോ കാസറ്റിൽ ഒരു ഗാനത്തിന്റെ ആമുഖമായി പ്രണയത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. കണ്ണടച്ചു പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഒരു കല്യാണ സൗഗന്ധിക പൂവായിരുന്നു മീര. അവളുടെ മനസ്സിലേക്ക് പ്രണയത്തിന്റെ പനിനീർ നിലാവിറ്റിച്ചു കൊടുത്തത് ഭരത പിഷാരടിയായിരുന്നു. കാലടി ജഗദ്ഗുരു ശങ്കര സർവകലാശാലയിൽ വേദാന്തം പഠിപ്പിക്കുന്ന പ്രൊഫസർ ഇരിങ്ങണ്ണൂർ ഭരത പിഷാരടി. ആകാശവും മേഘവും പോലെ, അലകടലും അന്തിനിലാവും പോലെ പ്രണയത്തിന്റെയും പ്രസാദത്തിന്റെയും മേച്ചിൽപ്പുറങ്ങളിൽ അവർ അലഞ്ഞു നടന്നു. കാറ്റിന്റെ കനിവും കണ്ണീരിന്റെ മഴയും നനഞ്ഞ് അങ്ങനെ 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 ഗംഗേ. ശക്തമായ സംഭാഷണ ശൈലി കൊണ്ട് പ്രേക്ഷകർ കരഘോഷത്തോടെ ഏറ്റുവാങ്ങിയ ചലച്ചിത്രമായിരുന്നു ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഭരത് മോഹൻലാലിന്റെ നരസിംഹം. ഈ ചിത്രത്തിലെ ശക്തമായ ഡയലോഗുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിനുണ്ടാകുന്ന മാറ്റം. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛനെ യഥോവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത്. പക്ഷേ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന് പറയുന്ന സർവോപരിചറ്റയും നാറിയുമായ നിന്റെ തന്തയുടെ എല്ലിൻ പൊടിയും മാംസം കത്തിയ ചാരവും പവിത്രമായ ഈ നദി വീഴരുത്. അത് കളങ്കപ്പെട്ടു പോകും. ഒരു പിടി പുണ്യാത്മാക്കളുടെ ശേഷക്രിയേറ്റ് വാങ്ങി ഈ മണൽത്തിട്ട മാധവൻ നമ്പ്യാർക്ക് ഇനി ജന്മങ്ങൾ പലതു ജനിച്ചു മരിച്ചാലും തീണ്ടാപ്പാടകലെയാണ്. അതുകൊണ്ട് നീ ഇപ്പോ
പോയി വീടിന്റെ കന്നിക്കോണിലുള്ള തെങ്ങിന് തടം വെട്ടി അതിലിട്ട് മൂടുമോനെ ദിനേശ ചാരം. നീ പോടാ മോനെ ദിനേശ. ഇനി പ്രിയപ്പെട്ട ലാലേട്ടന്റെ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത് ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന കാസിനോവ എന്ന ചിത്രത്തിലെ ഒരു സംഭാഷണം. ഒപ്പം സാഗർ, ഏലിയാസ്, ജാക്കി, റെയിലോഡർ. ഞാൻ കാസിനോവ, പ്രണയിച്ച് കൊതി തീരാത്തവനെന്നർത്ഥം. സ്വന്തം പേരല്ല, വീണ പേരാണ്. ഇന്നലെയും മഴ പെയ്തിരുന്നു, ഇന്നലെയും ഉദയാസ്തമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവയൊന്നും എന്റേതായിരുന്നില്ല, എനിക്ക് വേണ്ടിയായിരുന്നില്ല. കാരണം ഇന്നലെ ഞാൻ പ്രണയം അറിഞ്ഞിരുന്നില്ല. ഇന്നെപ്പോഴോ എന്നിലുണർന്ന പ്രണയത്തിലൂടെ ഞാൻ അറിയുന്നു, മഴയ്ക്ക് അവളുടെ ഗന്ധമാണ്, സൂര്യരശ്മികൾ അവളുടെ സ്പർശനമാണെന്ന്. പ്രണയം വൃദ്ധനെ 16കാരനാക്കുന്ന, അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം. ആ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഓരോ ദിവസവും നേരത്തെ തുടങ്ങട്ടെ എന്നാശിച്ചു പോകുന്നു. പകലുകൾ അവസാനിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. ഏതു ജീവജാലത്തിനും മനസ്സിലാകുന്ന ഭാഷ, ഏറ്റവും വലിയ പ്രാർത്ഥന. ഐ ലവ് യു അമ്മ തഹബ്ദക് കിമിയോ ഐഷതി ഷിജിദ്ദീൻ എന്നായിരുന്നു. ഓം തന്നെ പ്രേം കരോഷു. ഞാൻ ഉന്നെ കാതലിക്കറേ, മേ തുംസെ പ്യാർ കർത്താ ഹൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സാഗർ, നിയാസ്, ജോക്കി. സാഗർ, നിയാസ്, ജോക്കി. Yes, amazing. Thank you. Excellent. Thank you. Super. Thank you. Thank you. Thank you. നന്നായിരുന്നു നിയാസെ. ശരിക്കും മോഹൻലാലിനെ മാത്രം ഇത്രയും നേരം ഇമിറ്റേറ്റ് ചെയ്തിട്ടും അതിന്റെ പെർഫെക്ഷൻ കൊണ്ടാണ് ഭയങ്കര രസമായിരുന്നു. എല്ലാം ഭയങ്കര വ്യത്യസ്തമായിരുന്നു. നിയാസിന് ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിനോട് ഡബ് ചെയ്യാം കേട്ടോ, സുഖമായിട്ട് ചെയ്യാം. അപ്പൊ മോഹൻലാൽ എന്ത് ചെയ്യും? മോഹൻലാല് നിയാസിന് വേണ്ടി ഡബ് ചെയ്യട്ടെ. സിനിമയിൽ ഡബ് ചെയ്തിട്ടില്ല, കുറച്ച് പരസ്യത്തിന് ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിയാസിനോട് ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. ഞാനും ഒരുപാട് സിനിമകളിലൊക്കെ ചിലപ്പോൾ വേഷം ചെയ്തു തന്നിരിക്കും. അപ്പോൾ ആ വേരിയേഷനും ആ ശബ്ദമൊക്കെ ഒന്ന് എടുത്ത് വരും തലമുറയെ കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇവനെ എത്ര സിനിമ ചെയ്താലും ഒറ്റ ശബ്ദമുള്ളൂ അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി ഒരു ചെറിയ ബ്രേക്ക്.